നമസ്കാരം, ഫണ്ണി ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ശർക്കര അഥവാ ജാഗരിയുടെ ഗുണങ്ങളെക്കുറിച്ചാണ്. ശർക്കര കഴിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റി നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. ഒരു മിനിമം അല്ലെങ്കിൽ ഒരു ശരാശരി മനുഷ്യൻ ആരോഗ്യവാൻ അല്ലെങ്കിൽ ആരോഗ്യവതികളായിരിക്കുവാൻ വേണ്ടി പഞ്ചസാര കഴിവതും ഒഴിവാക്കുക. പഞ്ചസാര ഉപയോഗിക്കുന്ന മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ അത്ര കാഠിന്യം നാം ശർക്കര ഉപയോഗിച്ചാൽ ഉണ്ടാകാറില്ല. രാവിലെ സമയത്ത് ശർക്കര ഇളം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് പല വിധത്തിൽ ശരീരത്തിന് ഗുണം ചെയ്യാറുണ്ട്. നമ്മുടെ ലിവറിലൊക്കെ ഒരുപാട് വിഷാംശം അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതിനെയൊക്കെ നിർവീര്യമാക്കാൻ ശർക്കര പാനിയാക്കി കുടിക്കുന്നത് മൂലം ഇടയാകുന്നു. നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ വയറിന് വളരെയധികം ചൂട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ ശർക്കര കലക്കി കുടിക്കുന്നത് വയറിന് നല്ല തണുപ്പേകുന്നു. ശർക്കരയിലെ പൊട്ടാസ്യം, സോഡിയം മുതലായവ BP കുറയ്ക്കുന്നതിനും ഒരു നല്ല പരിഹാരമാണ്. ഇതുവഴി ഹൃദയാരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ്. കോൾഡ്, ചുമ മുതലായവ ഉള്ളപ്പോഴും വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളത്തിൽ ശർക്കര കലക്കി കുടിക്കുന്നത് നല്ലതാണ്. രക്തം ശുദ്ധീകരിക്കുന്നതിന് ചെറു ചൂടുവെള്ളത്തിൽ ശർക്കര കലക്കി കുടിക്കുന്നത് നല്ലതാണ്. അയൺ, ഫോളറ്റ്സ് മുതലായവ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അനീമിയ ഇല്ലാതെയാക്കാൻ, അതായത് അനീമിയ എന്ന് പറഞ്ഞാൽ വിളർച്ച രോഗം, അത് ഇല്ലാതാക്കാനായിട്ട് ഇടയാക്കുന്നു. കൂടാതെ പഞ്ചസാര കഴിക്കുന്നത് മൂലം പഞ്ചസാരയുടെ അളവ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. എന്നാൽ ശർക്കരയിൽ കാർബോഹൈഡ്രേറ്റുകളാണ് അടങ്ങിയിരിക്കുന്നത്. അവ അത്ര എളുപ്പത്തിൽ പഞ്ചസാര രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് പോലെ രക്തത്തിലേക്ക് കലരുകയില്ല. ഇതുകൊണ്ട് തന്നെ എനർജിയായി ശരീരത്തിൽ സൂക്ഷിക്കപ്പെടുന്നത് കൊണ്ട് നമുക്ക് അത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ശർക്കര ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകില്ല. ശ്വസന സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമാണ് ശർക്കര ചേർത്ത വെള്ളം കുടിക്കുന്നത്. അപ്പം നമ്മൾ കേൾക്കുമ്പോർക്കും ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളിനകത്ത് മിക്ക രോഗങ്ങൾക്കും ശർക്കര ചേർത്ത വെള്ളം, അപ്പോൾ അതൊരു പരിഹാര ശാശ്വത മാർഗം ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടായിരിക്കും പൂർവികർ അതൊക്കെ പറയുന്നത്. ശരീരത്തിലെ എല്ലാ ടോക്സിക്കുകളെയും ഇല്ലാതാക്കാൻ ഇടയാക്കുന്ന ശർക്കരയ്ക്ക് കഴിവുണ്ട്. ലിവർ, വയർ, ശ്വാസകോശം, ലങ്സ് തുടങ്ങിയ എല്ലാ ഇടങ്ങളിലും നിന്നും ഇത് വിഷാംശം, അതായത് ശർക്കര വിഷാംശത്തെ ഇല്ലാതെയാക്കുന്നു. അന്തരീക്ഷ മലിനീകരണം കൂടുതലുള്ള ഇടങ്ങളിൽ താമസിക്കുന്നവർ ഈ രീതിയിൽ ചെയ്താൽ വളരെയധികം പ്രയോജനപ്പെടും. ശർക്കര വളരെ പെട്ടെന്ന് തന്നെ ആമാശയം, കുടൽ, ശ്വാസകോശം എന്നിവയെ വൃത്തിയാക്കുന്നു. ധാരാളം നാരുകൾ ശർക്കരയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ മലബന്ധം ഇല്ലാതാക്കാൻ ഇടയാകുന്നു. നല്ലൊരു സദ്യയ്ക്ക് ശേഷമോ മാംസാഹാരം കഴിച്ചതിന് ശേഷമോ ശർക്കര കഴിക്കുന്നത് ദഹനത്തിന് വളരെയധികം നല്ലതാണെന്ന് പറയപ്പെടുന്നു. ശരീരഭാരം കുറയ്ക്കുവാൻ ശർക്കര കഴിക്കുന്നത് നല്ലതാണ്. മെറ്റബോളിസം അഥവാ ഉപാപചയത്തിന് അതിൻ്റെ നിരക്ക് കുറയുന്നു. അങ്ങനെ ശരീരഭാരം കുറയുന്നു. ശർക്കര ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു കലവറയാണ്. ശർക്കര കഴിക്കുന്നത് പലതരം രോഗങ്ങളെ തടയുന്നു. മുഖക്കുരു, കറുത്ത പാടുകൾ എന്നിവ ഇല്ലാതാക്കാൻ ശർക്കര സഹായിക്കുന്നു. മുഖക്കുരു, കറുത്ത പാടുകളൊക്കെ അതുപോലെയുള്ള അവ ഒഴിവാക്കുന്നതിന് ശർക്കര സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അത് വിശ്വാസമല്ല. അപ്പം കഴിവതും പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചിട്ട് ശർക്കര ഉൾപ്പെടുത്തുകയാണെങ്കിൽ പലവിധ രോഗങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നതിനും ഇടയാകുന്നു. അപ്പോൾ ഞങ്ങളിട്ട ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് തീർത്തും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.